പ്രിയപ്പെട്ടവരെ, പ്രധാന വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. തലസ്ഥാന നഗരിയിൽ നിന്നും നമുക്കൊപ്പം TV പ്രസാദും റോഷിപാലും ചേരുന്നുണ്ട്. MR അജിത് കുമാറിനെതിരായ കേസിലെ മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശത്തിൽ പ്രതിരോധത്തിലാവുകയാണ് സർക്കാരും CPM-ഉം. മുഖ്യമന്ത്രിയുടേത് സ്വജനപക്ഷപാതമാണെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമോ എന്നാണ് ആകാംക്ഷ. TV പ്രസാദും റോഷിപാലും തത്സമയമുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. സർക്കാർ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലായി. നമ്മൾ റഹീസ് റഷീദാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. നമുക്കതിൻ്റെ കോടതി വിധി കിട്ടി. നമ്മൾ ആ വാർത്ത ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ ഇത് അസാധാരണമാണല്ലോ എന്നാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. അതിൽ ഇത്തരമൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചതിലെ പ്രശ്നമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ കോടതി വിധിയിൽ അത് വന്നു. അപ്പോൾ സർക്കാരിൻ്റെ നീക്കം ഇനിയൊരു അപ്പീൽ നൽകി കോടതി വിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആ പരാമർശം നീക്കം ചെയ്യാനായിരിക്കുമോ സർക്കാരിൻ്റെ ഒരു ശ്രമം? അതിനുള്ള സാധ്യതയുണ്ടോ? സർക്കാരും CPM-ഉം ആ അർത്ഥത്തിൽ വെട്ടിലായോ? TV പ്രസാദ്, സർക്കാർ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു വീഴ്ച മറയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ നോക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇനിയിപ്പോൾ അപ്പീലിനുള്ള സാധ്യതയാണോ അതല്ല മറ്റെന്തെങ്കിലും നിയമപരമായ വഴികളുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായും കോടതി ഉത്തരവായതുകൊണ്ട് അപ്പീലിലാണ് മുന്നിലുള്ള ഒരു സാധ്യത. ഇങ്ങനെയൊരു ഉത്തരവിൽ ഇത് പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അരുൺ, അതിൽ അസാധാരണമായി വിജിലൻസ് അത് കോടതിയെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണമെങ്കിലും മുഖ്യമന്ത്രി ഇത്തരം ഫയലുകൾ കാണാറുണ്ടെങ്കിലും അതൊന്നും വിജിലൻസ് കോടതിയെ അറിയിക്കുന്ന ഒരു രീതിയില്ല അന്വേഷണ സംഘം. പക്ഷേ ഇത് വിജിലൻസ് അത് കോടതിയെ അറിയിക്കുന്നു അവരുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അതും കൂടിയാണ് ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട ഉത്തരവിൽ ഇങ്ങനെയൊരു പരാമർശം വരാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിലൊന്നും. നമുക്കറിയാവുന്നതുപോലെ അരുൺ, ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തവുമാണ് പല ഘട്ടങ്ങളിൽ. നമുക്കറിയാവുന്നതുപോലെ കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലാണ് PV അൻവറിൻ്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു മാസം പൂർത്തിയാകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി MR അജിത് കുമാർ കുറ്റക്കാരനല്ലെന്നും ആരാണോ ആരോപണം ഉന്നയിച്ചത് അവർക്കെതിരെ, അതായത് PV അൻവറിനെതിരെയുള്ള വർത്തമാനമാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ സമയത്ത് തന്നെ വലിയ വിമർശനം സകല കോണിൽ നിന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ ഇടപെട്ട് നടത്തുന്ന അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് MR അജിത് കുമാർ മറ്റൊരു തെറ്റും ചെയ്തില്ല എന്ന ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവോടുകൂടി വലിയ പ്രതിരോധമാണ് സർക്കാരിനുണ്ടായത്. അതിൽ നിന്ന് മറികടക്കാനുള്ള നീക്കം സ്വാഭാവികമായും സർക്കാർ തേടുകയും ചെയ്യും. അരുൺ, ഓക്കെ.